ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലത്തെ മിക്ക പലഹാരങ്ങൾക്കൊപ്പവും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാം. ഇത് പ്രധാനമായും പൊറോട്ട, അപ്പം, ഇടിയപ്പം, പത്തിരി, പൂരി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റിയ കറിയാണ്. ഇവിടെ ഈ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് 1 കിലോ 200 ഗ്രാം ചിക്കനാണ്. ഇനി അതുപോലെ തന്നെ കറി തയ്യാറാക്കിയതിനു ശേഷം ഒടുവിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരൈറ്റമാണ് വറുത്ത കശുവണ്ടി. ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കശുവണ്ടി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ചെറിയുള്ളി. ഇവിടെ ഈ കാണുന്നത് 100 ഗ്രാം ചെറിയുള്ളി മൂപ്പിച്ചെടുത്ത് വെച്ചതാണ്. അത് നമുക്ക് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഒരു അയൺ കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും 5 ഗ്രാമ്പു, 8 ഏലയ്ക്ക, 3 കറുവപ്പട്ട, 1 പീസ് ഉണങ്ങിയ വയണയില എന്നിവയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ നല്ലതുപോലെ മൂത്ത് ചെറിയൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 2.5 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 3 ടീസ്പൂൺ എന്നിവയിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ മൂപ്പിക്കാം. വെളുത്തുള്ളിയെല്ലാം മൂത്ത് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 8 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ കൂടി ചേർത്ത് വഴറ്റാം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുള്ളത് കൊണ്ട് നല്ല എരിവുള്ള 8 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ വഴണ്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ട് ഒരു 5 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ചിക്കനും അതുപോലെ വഴറ്റിയ സവാളയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനും അതുപോലെ സവാളയും മറ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ 400 ml കട്ടി തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. സാധാരണ ചിക്കൻ വേകാനായിട്ട് ഈ അളവിൽ വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടണം എന്നുള്ളത് കൊണ്ടും ഒരൽപ്പം ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി ആയതും കൊണ്ടുകൂടിയാണ് ഈ അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ തിളയ്ക്കുന്നത് വരെ പാല് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി പാത്രം ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ചിക്കനും ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ടാവാം. ചിക്കനും മറ്റും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഉരുളക്കിഴങ്ങെല്ലാം കറിയിലേക്ക് ഉടച്ചു ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളെല്ലാം കുറച്ചൊക്കെ കറിയിലേക്ക് ഉടച്ചു ചേർത്ത് കഴിഞ്ഞ് ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെറിയുള്ളിയും അതുപോലെ കശുവണ്ടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പലഹാരങ്ങൾക്കൊപ്പം എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.